നമസ്കാരം. സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ദേവസ്വം ബോർഡ് 7th ക്വാളിഫിക്കേഷന് റൂം ബോയ് പോലെയുള്ള സാനിറ്റേഷൻ വർക്കർ പോലെയുള്ള 7th ക്വാളിഫിക്കേഷനായിട്ടുള്ള എക്സാമിനേഷൻ നടന്നു. അതുമായി ബന്ധപ്പെട്ട് താൽക്കാലിക നിയമനക്കാരായിട്ടുള്ള ആളുകൾ കോടതിയിലേക്ക് മൂവ് ചെയ്യുകയും ഒരു കേസായിട്ട് താൽക്കാലികമായിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരിക്കുകയുമായിരുന്നു എന്നുള്ള ഒരു വാർത്ത നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് 25/9/2025 അതായത് സെപ്റ്റംബർ മാസം 25-ാം തീയതി ഒരു കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിട്ടുണ്ട്. ഇത് കേരള ഹൈക്കോടതിയിൽ നിന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്കറിയാം, ഇതിനു മുൻപ് സുപ്രീം കോടതിയിൽ നിന്ന് ഇത്തരത്തിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട താൽക്കാലിക നിയമനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു കേസിനെ അല്ലെങ്കിൽ ഒരു മൂവ്മെന്റിനെ സുപ്രീം കോടതി തള്ളിയിട്ടുണ്ടായിരുന്നു. ഈ ലിസ്റ്റിൽ നിന്നുള്ള നിയമനങ്ങൾ എടുക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്ന തരത്തിലേക്ക് നേരത്തെ കോടതി വിധികളും മറ്റുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ നടന്നതിന് ശേഷം കോടതിയിലേക്ക് വീണ്ടും ഇത്തരത്തിൽ താൽക്കാലിക നിയമനക്കാരെ മൂവ് ചെയ്യുകയും ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പോഴ് ഒരു ജഡ്ജ്മെന്റ്, അതായത് 25/9/2025 ഇന്നലെ, വ്യാഴാഴ്ച ദിവസം ഒരു ജഡ്ജ്മെന്റ് പുറത്തു വരികയും ചെയ്തു. എന്താണ് ഈ ജഡ്ജ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്? വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതായത് എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്യാൻ പോവാണോ, പ്രൊസീജിയർ ഒന്നും നടത്തേണ്ടെന്നാണോ, എന്താണ് കൃത്യമായിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. മക്കളെ, ഇതിൽ മുന്നോട്ട് വരുമ്പോഴത്തേക്കും ഇതിലെ ബാക്കി കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ പറയുന്നുണ്ട്. മുന്നോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ദ സെലക്ഷൻ പ്രോസസ് മേ ഗോ ഓൺ. ഈ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന KDRB ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, കേരള റിക്രൂട്ട്മെന്റ് ബോർഡാണ് നിയമനങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവർക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തടസ്സമില്ല എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിധി. ദെൻ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട മുന്നോട്ട് വരുമ്പോൾ ഒരു കാര്യം കൂടി അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ലാസ്റ്റിൽ, അതായത് 5ാമത്തെ ഖണ്ഡികയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ദ സെലക്ഷൻ പ്രോസസ് മേ ഗോ ഓൺ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സാമിനേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം, അതിൽ തടസ്സമില്ല എന്ന് പറഞ്ഞാൽ എക്സാമിനേഷൻ ഇപ്പോൾ കഴിഞ്ഞു, അതിന്റെ പേപ്പർ വാല്യുവേഷൻ നടത്താം. ഓക്കെ, ഇപ്പൊ ഫൈനലിലേക്ക് വന്നു, ഇനി എന്റെ പേപ്പർ വാല്യുവേഷൻ ഒക്കെ കൃത്യമായിട്ട് നടത്താം, വിരോധമില്ല. ദെൻ അതുമായി ബന്ധപ്പെട്ട ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാം, അതിലും പ്രശ്നമൊന്നുമില്ല. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്താം, ഇതൊക്കെ KDRBക്ക് നടത്തുന്നതിൽ വിരോധമൊന്നുമില്ല. ഹൗ എവർ ദ സെലക്ട് ലിസ്റ്റ്, അതായത് റാങ്ക് ലിസ്റ്റ്, ലാസ്റ്റിൽ പബ്ലിഷ് ചെയ്യുന്ന ജോലിക്ക് നിയമനം എടുക്കുന്നതിന് മുൻപുണ്ടാകേണ്ടുന്ന റാങ്ക് ലിസ്റ്റ് ഷാൽ നോട്ട് ബി പബ്ലിഷ്ഡ്. അതെന്ത് ചെയ്യാൻ പാടില്ല? പബ്ലിഷ് ചെയ്യാൻ പാടില്ല. ആൻഡ് നോ അപ്പോയിന്റ്മെന്റ് ഷാൽ ബി മെയ്ഡ് വിതൗട്ട് ലീവ് ഓഫ് ദിസ് കോർട്ട്. ഈ കോടതിയിൽ നിന്ന് ഈ കേസ് തള്ളുന്നത് വരെ എന്ത് ചെയ്യാൻ പാടില്ല? നിയമനങ്ങൾ നടത്താനും പാടില്ല. അപ്പം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനോ നിയമനങ്ങൾ നടത്താനോ താൽക്കാലികമായി പാടില്ല. കാരണം കോടതിയിൽ നിൽക്കുന്ന കേസാണ്, കോടതി ആ കേസിൽ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതിയിൽ നിന്നുള്ള സ്റ്റേറ്റ്മെന്റ് വന്ന് കോടതി ഈ കേസ് തള്ളുന്നത് വരെ എന്ത് ചെയ്യാൻ പാടില്ല? റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയോ അതേപോലെ തന്നെ നിയമനം നടത്തുകയോ ചെയ്യാൻ പാടില്ല. ഇതാണ് കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള ഇപ്പോഴത്തെ പരാമർശം. അല്ലാതെ ഈ ക്യാൻസൽ ചെയ്യണമെന്നോ താൽക്കാലികക്കാരെ സപ്പോർട്ട് ചെയ്യുന്നെന്നോ താൽക്കാലികക്കാർക്ക് ഈ ജോലി കൊടുക്കണമെന്നോ ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, പരാമർശിക്കുന്നില്ല. ഒരുപാട് വിമർശനങ്ങൾ ഇതിനോടകം സൂപ്പർ നോട്ട്സും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ളൊരു വിധി ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? കോടതിയിൽ നിന്ന് ഒരു ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ജഡ്ജ്മെന്റിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ കേസിന്റെ നമ്പറും കാര്യങ്ങളും ഒക്കെ ഇവിടെയുണ്ട്. അപ്പൊ ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എക്സാമിനേഷൻ പ്രൊസീജിയർ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വിരോധമില്ല. കാരണം സുപ്രീം കോടതിയിൽ നിന്ന്, ഇന്ത്യയുടെ പരമോന്നത കോടതിയിൽ നിന്ന് ഒരു വിധി പ്രസ്താവന വന്നിട്ടുണ്ട്. അതിൽ താൽക്കാലികക്കാരുടെ അപേക്ഷ പരിഗണിക്കാൻ കഴിയില്ലാത്ത രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ജഡ്ജ്മെന്റിൽ പറയുന്നത് പ്രകാരം KDRBക്ക് എന്ത് ചെയ്യാം? എക്സാമിനേഷൻ പ്രൊസീജിയറുകൾ മുന്നോട്ട് കൊണ്ടുപോകാം. അതിലെന്തില്ല? വിരോധമില്ല, അതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഫൈനൽ റാങ്ക് ലിസ്റ്റ്, ഏറ്റവും അവസാനത്തെ റാങ്ക് ലിസ്റ്റ് ഇപ്പൊ പ്രസിദ്ധീകരിക്കേണ്ട, അതിൽ നിന്ന് നിയമനവും ഇപ്പൊ നടത്തേണ്ട. കാരണം എന്താ? അവർ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അവരതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് ഇനി എന്നാണോ ഇതിന്റെ ഫൈനൽ ജഡ്ജ്മെന്റ് വരിക, ഈ കേസ് തള്ളുക, അതിനുശേഷം എന്ത് ചെയ്യാൻ പറ്റും? നിയമനങ്ങൾ നടത്താൻ പറ്റും. ഒരു 4 മാസത്തെ പീരീഡൊക്കെ സുപ്രീം കോടതി കേസിന്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു സമയമാകുമ്പോഴേക്കും എന്താണ്, ഈ പ്രൊസീജിയറൊക്കെ പൂർത്തിയാക്കി ബാക്കി നടപടികൾ, കേസുമായി ബന്ധപ്പെട്ട നടപടികൾ കോടതിക്ക് പൂർത്തിയാക്കാൻ പറ്റും. അപ്പം KDRB നിലവിൽ ഈ എക്സാമുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രൊസീജിയറുകൾ തുടർന്നുകൊണ്ടേയിരിക്കും. LDC, ഗുരുവായൂർ LDC ഇതിനൊന്നും ബാധിക്കുന്നതല്ല. LDCയുടെ ലിസ്റ്റും ബാക്കി കാര്യങ്ങളും ഒക്കെ ഒരു മാസത്തിനുള്ളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതാണ് നിലവിലത്തെ ജഡ്ജ്മെന്റ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ചില മിഥ്യാധാരണകളൊക്കെ ഉള്ള ആളുകൾ ഉണ്ടായിരിക്കാം, തീർച്ചയായിട്ടും ഇതിൻ്റെ താഴെയും വിമർശനങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാലും ഇതാണ് ജഡ്ജ്മെന്റ് ആയിട്ട് വന്നിട്ടുള്ള കാര്യം. അക്കാര്യമാണ് നിങ്ങളിലേക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, ആ ഒരു കാര്യത്തെ കാണാനായിട്ട് ശ്രമിക്കാം. അതേപോലെ തന്നെ നിങ്ങൾ ഈ വരുന്ന ദേവസ്വം ബോർഡ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട്
തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കും ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കും കൂടൽമാണിക്യത്തിലേക്കും കൊച്ചിയിലേക്കും ഒക്കെ നടക്കുന്ന എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യുക, പരീക്ഷ എഴുതാനായിട്ട് ശ്രമിക്കാം. കാരണം ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഇന്നുകൂടി മാത്രമാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. എക്സ്റ്റൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും KDRBയിൽ നിന്ന് അറിയാൻ പറ്റിയിട്ടില്ല. ഏതായാലും ഇന്നുകൂടിയാണ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുക. എത്രയും വേഗം എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ കൊടുക്കുക, നിങ്ങൾക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം എഫോർട്ട് ഇടുക. സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെ കാണും. ബാച്ചുകളിലേക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 82812266 എന്ന നമ്പറിലേക്ക് വിളിക്കാം. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും. ആ ഗൂഗിൾ ഫോം ഫിൽ ചെയ്താൽ മതി. അവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ഇതാണ് ജഡ്ജ്മെന്റ്. ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കാം. പ്രിപ്പറേഷൻ മുന്നോട്ട് പോകട്ടെ. കാര്യം അറിയിക്കാൻ വേണ്ടി വന്നേ ഉള്ളൂ. താങ്ക് യു.